ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്കി സ്പേസ് ട്രിക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് കിടക്കാം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. പേശികളുടെ എണ്ണം 639. പേശികളുടെ എണ്ണം 639. വൃക്കകളുടെ എണ്ണം 2. വൃക്കകളുടെ എണ്ണം 2. പാൽപ്പല്ലുകളുടെ എണ്ണം 20. പാൽപ്പല്ലുകളുടെ എണ്ണം 20. വാരിയല്ലുകളുടെ എണ്ണം 24, അതായത് 12 ജോഡി. മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം 24 അഥവാ 12 ജോഡി. ഹാർട്ട് ചേംബർ നമ്പർ 4. മനുഷ്യ ശരീരത്തിലെ ഹാർട്ട് ചേംബർ നമ്പർ 4. ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട. ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട. മനുഷ്യരിലെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80. മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mmHg. രക്തത്തിൻ്റെ pH ആണ് 7.4. രക്തത്തിൻ്റെ pH 7.4. സുഷുമ്ന നിരയിലെ കശേരുക്കളുടെ എണ്ണം 33. സുഷുമ്ന നിരയിലെ കശേരുക്കളുടെ എണ്ണം 33. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. മധ്യചെവിയിലെ അസ്ഥികളുടെ എണ്ണം 6. മധ്യചെവിയിലെ അസ്ഥികളുടെ എണ്ണം 6. മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. തലയോട്ടിയിലെ എല്ലുകളുടെ എണ്ണം 22. തലയോട്ടിയിലെ എല്ലുകളുടെ എണ്ണം 22. നെഞ്ചിലെ അസ്ഥികളുടെ എണ്ണം 25. നെഞ്ചിലെ അസ്ഥികളുടെ എണ്ണം 25. മനുഷ്യഭുജത്തിലെ പേശികളുടെ എണ്ണം 72. ഹൃദയത്തിലെ പമ്പുകളുടെ എണ്ണം 2. ഹൃദയത്തിലെ പമ്പുകളുടെ എണ്ണം 2. ഏറ്റവും വലിയ അവയവം ചർമ്മം. ഏറ്റവും വലിയ അവയവം ചർമ്മം. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ സെൽ സ്ത്രീ അണ്ഡം. ഏറ്റവും വലിയ സെൽ സ്ത്രീ അണ്ഡം. ഏറ്റവും ചെറിയ സെൽ ശുക്ലം. ഏറ്റവും ചെറിയ സെൽ ശുക്ലം. ഏറ്റവും ചെറിയ അസ്ഥി മധ്യചെവി സ്റ്റേപ്പിയസ്. ഏറ്റവും ചെറിയ അസ്ഥി മധ്യചെവിയിൽ സ്റ്റേപ്പിയസ് ആണ്. ആദ്യം പറിച്ചുനട്ട അവയവം വൃക്ക. ആദ്യം പറിച്ചുനട്ട അവയവമാണ് വൃക്ക. ചെറുകുടലിൻ്റെ ശരാശരി നീളം 7 മീറ്റർ. ചെറുകുടലിൻ്റെ ശരാശരി നീളം 7 മീറ്റർ. വലിയ കുടലിൻ്റെ ശരാശരി നീളം 1.5 മീറ്റർ. വലിയ കുടലിൻ്റെ ശരാശരി നീളം 1.5 മീറ്റർ. നവജാത ശിശുവിൻ്റെ ശരാശരി ഭാരം 3 കിലോ. നവജാത ശിശുവിൻ്റെ ശരാശരി ഭാരം 3 കിലോ. 1 മിനിറ്റിൽ പൾ രക്തരക്താണു 72 തവണ. 1 മിനിറ്റിൽ പൾ രക്തരക്താണു 72 തവണ. സാധാരണ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. സാധാരണ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരാശരി രക്തത്തിൻ്റെ അളവ് 4 മുതൽ 5 ലിറ്റർ വരെ. ശരാശരി രക്തത്തിൻ്റെ അളവ് 4 മുതൽ 5 ലിറ്റർ വരെ. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസം വരെ. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസം വരെ. വെളുത്ത രക്താണുക്കളുടെ ആയുസ് 10 മുതൽ 15 ദിവസം വരെ. വെളുത്ത രക്താണുക്കളുടെ ആയുസ് 10 മുതൽ 15 ദിവസം വരെ. ഗർഭകാലം 280 ദിവസം, അതായത് 40 ആഴ്ച. ഗർഭകാലം 280 ദിവസം, അതായത് 40 ആഴ്ച വരെ. മനുഷ്യകാലിലെ അസ്ഥികളുടെ എണ്ണം 33. മനുഷ്യകാലിലെ അസ്ഥികളുടെ എണ്ണം 33. ഓരോ കൈത്തണ്ടയിലും എല്ലുകളുടെ എണ്ണം 8. ഓരോ കൈത്തണ്ടയിലും എല്ലുകളുടെ എണ്ണം 8. കയ്യിലുള്ള എല്ലുകളുടെ എണ്ണം 27. കയ്യിലെ എല്ലുകളുടെ എണ്ണം 27. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്രന്ഥി തൈറോയിഡ്. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്രന്ഥി തൈറോയിഡ്. ഏറ്റവും വലിയ ലിംഫറ്റിക് അവയവമാണ് പ്ലീഹ. ഏറ്റവും വലിയ ലിംഫറ്റിക് അവയവമാണ് പ്ലീഹ. ഏറ്റവും വലുതും ശക്തവുമായ അസ്ഥിയാണ് ഫെമർ.
ഏറ്റവും വലുതും ശക്തവുമായ അസ്ഥിയാണ് ഫേമർ. ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റേപ്പിഡിയസ്, മധ്യചെവിയിലെ സ്റ്റേപ്പിഡിയസ്. ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റേപ്പിഡിയസ്, മധ്യചെവിയിലെ സ്റ്റേപ്പിഡിയസ്. ക്രോമസോം നമ്പർ 46, അതായത് 23 ജോഡി. ക്രോമസോം നമ്പർ 46, അതായത് 23 ജോഡി. നവജാത ശിശുവിൻ്റെ അസ്ഥികളുടെ എണ്ണം 306. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണമാണ് 306. രക്തത്തിലെ വിസ്കോസിറ്റി 4.5 മുതൽ 5.5 വരെ. രക്തത്തിലെ വിസ്കോസിറ്റി 4.5 മുതൽ 5.5 വരെ. സാർവത്രിക ദാതാക്കളുടെ രക്തഗ്രൂപ്പാണ് O. സാർവത്രിക ദാതാക്കളുടെ രക്തഗ്രൂപ്പാണ് O. യൂണിവേഴ്സൽ സ്വീകർത്താവ് രക്തഗ്രൂപ്പാണ് AB. യൂണിവേഴ്സൽ സ്വീകർത്താവ് രക്തഗ്രൂപ്പാണ് AB. ഏറ്റവും വലിയ വെളുത്ത രക്താണു മോണോസൈറ്റ്. ഏറ്റവും വലിയ വെളുത്ത രക്താണു മോണോസൈറ്റ്. ഏറ്റവും ചെറിയ വെളുത്ത രക്താണുക്കളാണ് ലിംഫോസൈറ്റ്. ഏറ്റവും ചെറിയ വെളുത്ത രക്താണുക്കൾ ലിംഫോസൈറ്റ്. ചുവന്ന രക്താണുക്കളുടെ വർധനവിനെയാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കളുടെ വർധനവിനെയാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് പ്ലീഹ. ജീവിത നദിയെ വിളിക്കുന്നതാണ് രക്തം. ജീവിത നദി എന്ന് വിളിക്കുന്നത് രക്തമാണ്. സാധാരണ രക്തത്തിലെ കൊളസ്ട്രോൾ നില 100 mg/dl ആണ്. സാധാരണ രക്തത്തിലെ കൊളസ്ട്രോൾ നില 100 mg/dl. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.